കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് പരീക്ഷാ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് PSCയുടെ സിലബസിൻ്റെ അവസാന മൊഡ്യൂളായ ഓഡിറ്റിങ്ങിൽ അവസാന ക്ലാസ്സുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഒരു പോയിന്റ് മാത്രമേ പറയേണ്ടതുള്ളൂ. ഓരോ ക്ലാസ്സിന് ശേഷമുള്ള MCQ ക്വസ്റ്റ്യനുകൾ, അതായത് കഴിഞ്ഞ വർഷത്തെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള MCQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ആ വീഡിയോയിലോ തൊട്ടടുത്ത വീഡിയോയിലോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്ലാസ്സിൻ്റെ നോട്ടുകൾക്ക് വേണ്ടിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഈ മറ്റുള്ള പോയിന്റിനേക്കാൾ കുറച്ചധികം പോയിന്റുകൾ ഇതിൽ പറയേണ്ടതുണ്ട്. കാരണം കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഓഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടീസ്, പവർ, റിമൂവൽ, ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റ്, പിന്നെ അതുപോലുള്ള ഒരുപാട് പ്രൊവിഷൻസ് നമുക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്. അതടക്കമുള്ള ഉൾപ്പെടുത്തിയ ക്ലാസ്സാണിത്. An auditor is an independent professional who examines the financial statements of a company to determine whether they present a true and fair view of its financial position and performance. കമ്പനികളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ റെഗുലേഷൻസ് അനുസരിച്ചാണോ, അതിൽ തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രോഡുകൾ വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്ന ഒരു പ്രൊഫഷണലാണ് ഓഡിറ്റർ കമ്പനികളെ സംബന്ധിച്ച്. ഇൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, ഓഡിറ്റേഴ്സ് ഈസ് അപ്പോയിൻറ്റഡ്. ഡ്യൂട്ടീസ്, പവർ ആൻഡ് റിമൂവൽ ആർ ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട് 2013. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനീസ് ആക്ട് 1956 അമെൻമെൻറ്റ് 2013 പ്രകാരം ഈ വിഷയത്തിൽ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ആ പ്രൊവിഷൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയേണ്ടത് വാട്ട് ആർ ദ ലീഗൽ പ്രൊവിഷൻ ഓഫ് കമ്പനീസ് ആക്ട് 2013 റിഗാർഡിംഗ് ഓഡിറ്റർ. റെലവൻറ്റ് സെക്ഷൻസിൽ ആദ്യം വരുന്നത് സെക്ഷൻ 139 അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ ആണ്. 140 റിമൂവൽ, റെസിഗ്നേഷൻ ആൻഡ് സ്പെഷ്യൽ നോട്ടീസ്. 141 എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ. 142 remuneration. 143 powers and duties. 144 സർവീസ് നോട്ടീസ് ടു ബി റെൻഡേഡ്. ഓരോ സെക്ഷനുകളും ഇമ്പോർട്ടൻ്റ് ആണ്. 139 പ്രകാരം അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. 140 റിമൂവൽ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് റിമൂവൽ ഒന്നിച്ച് പഠിച്ചാൽ മതി. 139 140 39 40 അപ്പോയിൻമെൻറ്റ് റിമൂവൽ. 141 142 അതായത് പിന്നെയാണ് എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് പറയുന്നത്. പിന്നെ അവർക്ക് എന്ത് റെമ്യൂണറേഷൻ നൽകണം. 143 പവർ ആൻഡ് ഡ്യൂട്ടീസ്. അവസാനം 144 സർവീസ് നോട്ട് ടു ബി റെൻഡഡ്, എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നത് ആണ്. ഇത്രയും സെഷനുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും പറയുന്നു, 139 140 അപ്പോയിൻമെൻറ്റ് റിമൂവൽ, 141 എലിജിബിലിറ്റി, 142 പിന്നെ റെമ്യൂണറേഷൻ. അതിനുശേഷമാണ് പവർ ഡ്യൂട്ടീസ്, ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത്. ഈ ഓർഡറിൽ പഠിച്ചു വെച്ചാൽ നമുക്ക് ഓരോ സെഷനും പെട്ടെന്ന് ഓർത്തു വെക്കാൻ സാധിക്കും. നമുക്ക് ഓരോ ഭാഗങ്ങൾ നോക്കേണ്ടതുണ്ട്. ആദ്യം അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ. എല്ലാ പോയിന്റുകളും വളരെ ചുരുക്കിയിട്ടാണ് പറയാറുള്ളത്. PSC സംബന്ധിച്ചിടത്തോളം ഇത് തന്നെ ധാരാളമാണ്. എങ്കിലും അപ്പോയിൻമെൻറ്റ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഇൻ ഇൻകോർപ്പറേഷൻ. ഫസ്റ്റ് ഓഡിറ്റർ ഉണ്ട്, പിന്നെ സബ്സീക്വൻറ്റ് ഓഡിറ്റർ ഉണ്ട്. രണ്ട് രീതിയിൽ ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് പറയേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഡിറ്റർ, സബ്സീക്വൻറ്റ് ഓഡിറ്റർ. ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഓഡിറ്ററാണ്. ഇതൊരു കമ്പനി പുതുതായി രൂപീകരിക്കുമ്പോൾ ആദ്യമായിട്ട് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൊഫഷനിൽ പറയുന്നത് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടർ ബോർഡ് 30 ദിവസത്തിനകം ഓഫ് ഇൻകോർപ്പറേഷൻ്റെ 30 ദിവസത്തിനകം ഡയറക്ടർ ബോർഡ് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യാൻ ഡയറക്ടർ ബോർഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് അപ്പോയിൻറ്റ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതിന് EGM എന്ന് പറയാം. AGM അല്ല, EGM. AGM ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് റെഗുലറായിട്ട് ആനുവലി നടക്കുന്നതാണ്. എങ്ങനെ റെഗുലറി നടക്കാത്ത എന്തെങ്കിലും എമർജൻസി കേസ് നടക്കുന്നതാണ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പോഴേ. അത് തികച്ചും എക്സ്ട്രാ ആണ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് EGM.
ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻകോർപ്പറേഷന് ശേഷം 30 ദിവസത്തിനകം ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് EGMൽ എന്ത് ചെയ്യും, വിത്തിൻ 90 ഡേയ്സിൽ ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ആ ഫസ്റ്റ് ഓഡിറ്ററുടെ കാലാവധി എന്ന് പറയുന്നത് ഹോൾഡ് ഓഫീസ് അണ്ടിൽ ദി കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് AGM. ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് വരുന്ന അടുത്ത AGM വരെ മാത്രമേ ആ ഫസ്റ്റ് ഓഡിറ്റർക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഫസ്റ്റ് ഓഡിറ്റർ പ്രത്യേകത. അതിനുശേഷം ഫസ്റ്റ് AGMൽ പിന്നെ വീണ്ടും ഓഡിറ്റർ ആര് അപ്പോയിന്റ് ചെയ്യും, സബ്സീക്വന്റ് ഓഡിറ്ററായിട്ട് 5 വർഷത്തേക്ക് AGMൽ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യും. ഇപ്പം നോക്കാം എന്താണ് സബ്സീക്വന്റ് ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോയിന്റഡ് ബൈ മെമ്പേഴ്സ് ഇൻ ദി ഫസ്റ്റ് AGM. അവരെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതായത് 6ാമത്തെ AGM വരെ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് 6ാമത്തത് വരെ, അല്ലാതെ 5ാമത്തതല്ല. 5 വർഷം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് 6ാമത്തത് വരെ അവർക്ക് എന്ത് ചെയ്യാം, 5 വർഷം അവർക്ക് ഓഫീസ് ഹോൾഡ് ചെയ്യാം. പിന്നെ എന്തുണ്ട്, റൊട്ടേഷൻ ഈസ് റിക്വയർഡ് ഫോർ സെർട്ടൻ പ്രിസ്ക്രൈബ്ഡ് കമ്പനീസ്. പ്രൊവിഷൻസിൽ പറയുന്നുണ്ട് ചില പ്രത്യേകതരം കമ്പനികൾക്ക് എന്ത് വേണം, റൊട്ടേഷൻസ് വേണം എന്നും. ആ റൊട്ടേഷൻ എങ്ങനെ ആയിരിക്കണം, ഇൻഡിവിജ്വൽ ഓഡിറ്ററും ഓഡിറ്റ് ഫേമും. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പറയാം, വീണ്ടും ഒന്നുകൂടി പറയേണ്ടതുണ്ട്. ഓഡിറ്റർ അപ്പോയിൻമെന്റ് എന്നത് 2 വിധമുണ്ട്. ഫസ്റ്റ് ഓഡിറ്റർ, പിന്നെ ഉള്ളത് സബ്സീക്വന്റ് ഓഡിറ്റർ. ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ഓഡിറ്റർ തന്നെയാണ്. കമ്പനി രൂപീകരിച്ച് ഇൻകോർപ്പറേഷന് ശേഷം വിത്തിൻ 30 ഡേയ്സിന് അകം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൽ EGMൽ വിത്തിൻ 90 ഡേയ്സിന് മെമ്പേഴ്സ് എന്ത് ചെയ്യും, ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യും, ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യും. അങ്ങനെ ആ ഫസ്റ്റ് ഓഡിറ്റർ ഏറ്റവും ഫസ്റ്റത്തെ AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിന് വരെ എന്ത് ചെയ്യാം, ഫസ്റ്റ് ഓഡിറ്റർ ഓഫീസിൽ ഹോൾഡ് ചെയ്യാം, നിലനിൽക്കും. അതിനുശേഷം സബ്സീക്വന്റ് ഓഡിറ്റർ ഫസ്റ്റ് AGMൽ ഫസ്റ്റ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യപ്പെടുന്ന സബ്സീക്വന്റ് ഓഡിറ്റർക്ക് 5 വർഷത്തെ കാലാവധിയുണ്ട്. അതായത് 6ാമത്തെ അപ് ടു ദി 6th AGM വരെ ഓഫീസിൽ ഹോൾഡ് ചെയ്യാം. റൊട്ടേഷൻ ബാധകമാണ് ചില പ്രത്യേകതരം കമ്പനികൾക്ക്. റൊട്ടേഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവും, ഓഡിറ്റ് ഫേമുകൾ ഉണ്ടാവും. ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിന് മാക്സിമം 5 വർഷത്തേക്ക് മാത്രമേ ഹോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനുശേഷം അടുത്ത ടീം വരും. ഓഡിറ്റ് ഫേമിന് ആണെങ്കിൽ, ഒരു ഓഡിറ്റ് ഫേമാണ് ഓഡിറ്റ് നടത്തുന്നതെങ്കിൽ അത് മാക്സിമം 10 വർഷം വരെ ആവാം. ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സിന് 5 വർഷവും ഓഡിറ്റ് ഫേമിന് മാക്സിമം 10 വർഷവുമാണ് ഒരേ കമ്പനിയിൽ തുടരാൻ പറ്റുള്ളൂ. പിന്നെ റൊട്ടേഷന് ബാധകമാണ്. മാൻഡേറ്ററി ഫോർ ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് സെർട്ടൻ ലാർജ് പബ്ലിക് കമ്പനി. ഇത് നിർബന്ധമാണ്, പ്രത്യേകിച്ചും ആർക്ക്, ലിസ്റ്റഡ് കമ്പനികൾക്കും ചില പ്രത്യേക ലാർജ് പബ്ലിക് കമ്പനികൾക്കും. ഇനി അടുത്തത് പറയേണ്ടത് ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞു 139 അപ്പോയിൻമെൻ്റ് ആണ്, 140 റിമൂവൽ ആണ്, 141 പിന്നെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞിരുന്നു. 141 ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആണ്, CA ഇൻ പ്രാക്ടീസ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻ പ്രാക്ടീസ് ആണ്. അത് തന്നെ ഇൻ കേസ് ഓഫ് ഫേം ആണെങ്കിൽ മെജോറിറ്റി പാർട്ട്നേഴ്സ് മസ്റ്റ് ബി CA ഇൻ പ്രാക്ടീസ് ഇൻ ഇന്ത്യ. അതായത് ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ് ഉണ്ടാവും, ഫേം ഓഡിറ്റേഴ്സ് ഉണ്ടാവും. ഫേമിൻ്റെ കേസിലാണെങ്കിൽ മെജോറിറ്റി പാർട്ട്നേഴ്സിൻ്റെ ഗ്രൂപ്പിനെയാണല്ലോ ഫേം എന്ന് പറയാം, പാർട്ണർഷിപ്പ് ഫേം. മെജോറിറ്റി പാർട്ട്നേഴ്സ് മസ്റ്റ് എന്തായിരിക്കണം, CA പ്രാക്ടീസ് ഇൻ ഇന്ത്യ ആയിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. 141 തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ് അയോഗ്യതകൾ, ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ ശേഷം ഡിസ്ക്വാളിഫിക്കേഷൻ. അതായത് കനോട്ട് ബി അപ്പോയിൻറ്റഡ് ഇഫ്, ഇനി പറയുന്ന ആളുകളെ ആ രീതിയിൽ ഒരു നിലക്കും ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, അവർ ഡിസ്ക്വാളിഫൈഡ് ആണ്. എ ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP, ഒരു കമ്പനിക്ക് ഒരു ഓഡിറ്റിംഗ് കമ്പനിക്ക് മറ്റൊരു കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. എ ബോഡി കോർപ്പറേറ്റ് ഫേമിന് പറ്റും, അതർ ദാൻ LLPക്ക് പറ്റും, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് പറ്റും, അങ്ങനത്തെ ഒരു ഓഡിറ്റ് ഫേമിന് പറ്റും. അതായത് എ ബോഡി കോർപ്പറേറ്റ്
ഒരു ഓഡിറ്റിംഗ് കമ്പനിക്ക് എന്തിന് ക്വാളിഫൈ ഇല്ല? കമ്പനി ഓഡിറ്റിന് ക്വാളിഫിക്കേഷൻ ഇല്ല. പിന്നെ ഒന്നുള്ളത് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയുടെ ഓഫീസർ, ആ ഓഡിറ്റർ എന്താവരുത്? ആ കമ്പനിയുടെ എംപ്ലോയി ആവരുത്, ആ കമ്പനിയുടെ ഒരു ഓഫീസർ ആവരുത്. അങ്ങനത്തെ ഓഡിറ്റേഴ്സിന് ക്വാളിഫിക്കേഷൻ ഇല്ല, ക്വാളിഫൈ ആവില്ല. എ പാർട്ട്ണർ ആവരുത്. കമ്പനി ഓഫ് ആൻ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി കമ്പനി. വീണ്ടും പറയുന്നു, ആ കമ്പനിയുടെ പാർട്ട്ണർ ആവരുത്, ഓഫീസർ ആവരുത്, എംപ്ലോയി ആവരുത്. ഹോൾഡർ ഓഫ് സെക്യൂരിറ്റി ഇൻ ദ കമ്പനി എബോവ് പ്രിസ്ക്രൈബ് ലിമിറ്റ്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡിങ് ഉള്ള ഓഡിറ്റർ ആവരുത് അങ്ങനത്തെ പ്രശ്നം ആവരുത്. ഇൻഡെപ്റ്റഡ് ടു ദി കമ്പനി എബോവ് 5 lakh. ആ കമ്പനിയുമായിട്ട് 5 ലക്ഷത്തിൻ്റെ കട ഇടപാടുള്ള ഒരാളാവരുത്. ഹാസ് സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി. ആ കമ്പനിയുമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയ ബിസിനസ് റിലേഷൻഷിപ്പും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം ആളുകൾക്ക് ആ കമ്പനിയെ ഓഡിറ്റ് ചെയ്യാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. വീണ്ടും പറയുന്നു, ഒരു കമ്പനിക്ക് പറ്റില്ല, ഒരു കമ്പനിയുടെ ഓഫീസർക്കോ എംപ്ലോയിക്കോ പാടില്ല. ആ കമ്പനിൻ്റെ പ്രിസ്ക്രൈബ് ലിമിറ്റ് അപ്പുറത്തേക്ക് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് യോഗ്യതയില്ല. 5 ലക്ഷം രൂപ മുതൽ കടമുള്ള ഒരു ഓഡിറ്റർക്ക് യോഗ്യതയില്ല. സിഗ്നിഫിക്കൻറ്റ് ബിസിനസ് റിലേഷൻഷിപ്പ് ഉള്ള ഓഡിറ്റർക്കും ആ കമ്പനീൻ്റെ ഓഡിറ്റ് ചെയ്യാൻ യോഗ്യതയില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 142 സെഷൻ റെമ്യൂണറേഷൻ എന്താണ്? ഫിക്സഡ് ബൈ മെമ്പേഴ്സ് ഇൻ ജനറൽ ബോഡി മീറ്റിംഗ്. കാരണം ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സാണ് സബ്സീക്വൻറ്റ് ഷെയർ ഹോൾഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അവർ തന്നെയാണ് അത് തീരുമാനിക്കുക എത്രയാണ് റെമ്യൂണറേഷൻ എന്നത്. ഫസ്റ്റ് ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ മേ ബി ഫിക്സഡ് ബൈ ബോർഡ്. ആദ്യത്തെ ഓഡിറ്റർ, ഫസ്റ്റ് ഓഡിറ്റർ നിയമിക്കുന്നത് ഡയറക്ടർ ബോർഡ് ആയതിനാൽ തന്നെ ഡയറക്ടർ ബോർഡ് ആയിരിക്കും റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ കൺഫ്യൂഷൻ ഇല്ല. ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? അവർ തന്നെയാണ് എന്ത് ചെയ്യാം റെമ്യൂണറേഷൻ തീരുമാനിക്കുക. അവർക്ക് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും. ആര്? ഓഡിറ്റർ. ഇൻക്ലൂഡ്സ് എക്സ്പെൻസ് ബട്ട് എക്സ്ക്ലൂഡ്സ് ഫീസ് ഫോർ നോൺ ഓഡിറ്റ് സർവീസ്. പിന്നെ പവേഴ്സ് ഓഫ് ഓഡിറ്റേഴ്സ്. പവർ സെക്ഷൻ 143 പറയുന്നത്. എന്തെല്ലാം പവർ ഉണ്ട് ഒരു ഓഡിറ്റർ? നോർമലി ഒരു ഓഡിറ്റർക്ക് ഉള്ള പോലെ തന്നെ റൈറ്റ് ടു ആക്സസ് കമ്പനീസ് ബുക്സ്, അക്കൗണ്ട്സ് ആൻഡ് വൗച്ചേഴ്സ് അറ്റ് ഓൾ ടൈംസ്. ഏത് സമയത്തും കമ്പനിയുടെ അക്കൗണ്ട്സ്, ബുക്സ്, വൗച്ചേഴ്സ് ആവശ്യപ്പെടാം, ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. റൈറ്റ് ടു ഒബ്റ്റെയിൻ നെസസറി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഫ്രം കമ്പനി ഓഫീസർ. അത്യാവശ്യമായ സമയങ്ങളിൽ വിവരങ്ങൾ തേടാം ബന്ധപ്പെട്ട കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നും. റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ് ആൻഡ് റിസീവ് നോട്ടീസ്. കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അപ്പോയിൻറ്റ് ചെയ്യാനും ആ കമ്പനിയുടെ ജനറൽ ബോഡി മീറ്റിങ്ങിന് കാൾ ഫോർ ചെയ്യുന്ന നോട്ടീസുകൾ കൈപ്പറ്റാനുമുള്ള അധികാരം ഓഡിറ്റേഴ്സിനുണ്ട്. അത്തരം പവർ ഉണ്ട്. അതിന് പുറമെ പവർ ടു എൻക്വയറി ഇൻ ടു, താഴെ പറയുന്ന വിഷയങ്ങളിൽ എൻക്വയറി നടത്താനുള്ള അധികാരമുണ്ട്. വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആസ് പെർ ടേംസ്. കമ്പനിയുടെ ലോൺസ് ആൻഡ് അഡ്വാൻസുകളും ടേംസ് ആൻഡ് കണ്ടീഷൻ പ്രകാരം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താനും. വെദർ ട്രാൻസാക്ഷൻ ആർ പ്രോപ്പർലി റെക്കോർഡ്. എല്ലാ ഇടപാടുകളും നേരാവണ്ണം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നും. ആഡ്വക്കസി ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. നേരായ വിധത്തിൽ വേണ്ടത്ര രീതിയിൽ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയം, പ്രവർത്തിക്കുന്നില്ലേ എന്നും ഉറപ്പുവരുത്താവുന്ന രീതിയിലുള്ള എൻക്വയറി നടത്താനുള്ള അധികാരം ഓഡിറ്റേഴ്സിനുണ്ട്. ഇനി നമുക്ക് പറയുന്നത് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റർ ആണ്. എന്തെല്ലാം ഉത്തരവാദിത്തമുണ്ട് ഒരു ഓഡിറ്റർക്ക്? റിപ്പോർട്ട് മെമ്പേഴ്സ്, അദ്ദേഹത്തെ നിയമിച്ചവർക്ക് റിപ്പോർട്ട് നൽകാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് നൽകാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഗീവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. എന്താണോ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ. ചെക്ക് കംപ്ലൈൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. കാരണം കോർപ്പറേറ്റുകൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആയതിനാൽ ഓഡിറ്റർ ഉത്തരവാദിത്തമാണ് അത്തരം നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലേ, സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെയല്ലേ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഡെവലപ്പ് ചെയ്തത്, വാല്യുവേഷൻ പോളിസീസ് അല്ലെങ്കിൽ വാല്യുവേഷൻസ്, ഡിപ്രീസിയേഷൻ പോളിസി എല്ലാം കറക്റ്റ് തന്നെയല്ലേ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്.
സ്റ്റേറ്റ് ഇഫ് പ്രോപ്പർ ബുക്സ് ആർ കെപ്റ്റ്. പ്രൊവിഷൻസ് പ്രകാരം പാലിക്കേണ്ട തയ്യാറാക്കി വെക്കേണ്ട ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം തയ്യാറാക്കിയിട്ടില്ലേ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കൺസിഡർ റിപ്പോർട്ട്സ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റേഴ്സ്. വലിയ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ചുകൾ ഉണ്ടാകുമ്പോൾ ബ്രാഞ്ചിൻ്റെ ഓഡിറ്റിംഗ് സംബന്ധിച്ച കാര്യങ്ങളും റിപ്പോർട്ട് ഫ്രോഡ് എബൌട്ട് ദി പ്രിസ്ക്രൈബ്ഡ് എമൗണ്ട് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. ഒരു പരിധി വിട്ട് ഫ്രോഡ് വരികയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ ചെയ്യാനുള്ള അധികാരം എന്നല്ല, ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഓഡിറ്ററിനുണ്ട്. സെക്ഷൻ 143(12) പ്രകാരം മുമ്പത്തെ ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. ആർക്കാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് സെൻട്രൽ ഗവൺമെൻറ്റിനാണോ അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിനാണോ ഷെയർ ഹോൾഡേഴ്സിനാണോ തികച്ചും കൺഫ്യൂഷൻ ആകുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. നെക്സ്റ്റ്, റിമൂവൽ ഓൺ ആൻഡ് റെസിഗ്നേഷൻ. റിസൈൻ ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? റിമൂവൽ ആണ്, റിസൈൻ ആവില്ല, തികച്ചും റിമൂവ് ചെയ്യേണ്ടി വരും ചില സന്ദർഭങ്ങളിൽ. സെക്ഷൻ 40, സെക്ഷൻ 39 അപ്പോയിൻമെൻറ്റ്, സെക്ഷൻ 40 റിമൂവൽ എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ സെക്ഷൻ 40 ആണിത്. റിമൂവൽ ബിഫോർ എക്സ്പയറി ഓഫ് ദി ടേം. കാരണം എക്സ്പയറി 5 ഇയർ ആണ്, അതിന് മുമ്പേ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിനെയാണ് റിമൂവൽ എന്ന് പറയും. അതിന് എന്ത് ചെയ്യണം? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട്. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വാങ്ങണം. സ്പെഷ്യൽ റെസൊല്യൂഷനും സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലും എന്തിനാവശ്യമുണ്ട്? എക്സ്പയറി ഡേറ്റിന് മുമ്പേ, എക്സ്പയറി ടേമിന് മുമ്പേ റിമൂവ് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതുണ്ട്. ഇൻ കേസ് ഓഡിറ്റർ റിസൈൻ, അത്തരം സന്ദർഭങ്ങളിൽ ഫോം ADT 3 പ്രകാരം ആണ് എന്ത് ചെയ്യണം? കാരണം രജിസ്ട്രാർക്ക് വിത്തിൻ 30 ദിവസത്തിനകം കാരണം കാണിക്കും വേണം. റീസൺസ് ഈ ഫോം ADT 3 30 ദിവസത്തിനകം രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് പറയേണ്ടത് പ്രൊഹിബിറ്റഡ് സർവീസ് ആണ്. സെക്ഷൻ 44 എന്തെല്ലാം ചെയ്യാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞിരുന്നല്ലോ, അവസാനത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷൻ. ഒരു ഓഡിറ്റർക്ക് ഒരു കാരണവശാലും താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓഡിറ്റർ കനോട്ട് പ്രൊവൈഡ് ടു ദ കമ്പനി ഇറ്റ്സ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി. കമ്പനിക്കാണെങ്കിലോ അല്ലെങ്കിൽ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനികൾക്കോ സബ്സിഡറി കമ്പനികൾക്കോ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 1, അവരെ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ് ചെയ്ത് നൽകാൻ പാടില്ല. ഇന്റേണൽ ഓഡിറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം അത് ചെയ്ത് നൽകാൻ പാടില്ല. ആക്ച്വറിയൽ സർവീസ് എന്ന് പറയുമ്പോഴേ അവരെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട അതിൽ അൺസർട്ടൻ ആയ കാര്യങ്ങളെ റിസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങളിലൂടെ എന്ത് ചെയ്യുക, ഫ്യൂച്ചർ അസസ് ചെയ്യുന്ന സർവീസാണ് ആക്ച്വറിയൽ സർവീസ്, അത് ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി നടത്തി കൊടുക്കാൻ പാടില്ല. മാനേജ്മെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അതർ പ്രിസ്ക്രൈബ്ഡ് നോൺ ഓഡിറ്റ് സർവീസ്, അതായത് ഓഡിറ്റിൻ്റെ ഭാഗമല്ലാത്ത മറ്റെന്തെങ്കിലും പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളും ചെയ്തു നൽകാൻ പാടില്ല. സെക്ഷൻ 144 പ്രകാരം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സേവനങ്ങൾ പ്രൊഹിബിറ്റഡ് ആണ്. വീണ്ടും പറയുന്നു, ആ കമ്പനിക്ക് വേണ്ടിയിട്ടോ ആ കമ്പനിയുടെ ഹോൾഡിങ്ങുകൾക്ക് വേണ്ടിയിട്ടോ സബ്സിഡറി കമ്പനികൾക്ക് വേണ്ടിയിട്ടോ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തു നൽകാൻ പാടില്ല. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ഇന്റേണൽ ഓഡിറ്റ്, ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റംസ്, ആക്ച്വറിയൽ സർവീസസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി, മാനേജ്മെൻറ്റ് സർവീസസ്, അതർ പ്രിസ്ക്രൈബ്ഡ് നോൺ ഓഡിറ്റ് സർവീസ്. ഇനി നമുക്ക് അവസാനമായിട്ട് നോക്കേണ്ടത് ലയബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ ആണ്. ഒരു ഓഡിറ്റർ ബാധ്യതകൾ എന്താണ്? മെയിനായിട്ട് സിവിൽ ലയബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട്. സിവിൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഫോർ നെഗ്ലിജൻസ് കോസിങ് ഫിനാൻഷ്യൽ ലോസ്, ഓഡിറ്റർ കാരണം കൊണ്ടുണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസുകൾ, അതിന് സിവിൽ ലയബിലിറ്റി എന്നും. ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ സ്വഭാവം ഒന്ന് മാറിയിട്ടുണ്ട്. അതായത് ഫോർ വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഫ്രോഡ്, ഓഡിറ്റർ തന്നെ അതിന് കൂട്ടുനിന്നാൽ എങ്ങനെ ഉണ്ടാവും? ഫ്രോഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കിയാലോ, അതിന് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയാം. അത്തരം സന്ദർഭങ്ങളിൽ ഫൈൻ പ്ലസ് ഇംപ്രിസൺമെൻ്റ് ആണ് അതിനുണ്ടാവുന്ന ശിക്ഷാ നടപടി എന്ന് പറയുന്നത്. പിന്നെ സെക്ഷൻ 147 എന്ത് പറയുന്നുണ്ട്? പെനാൽറ്റീസ് പറയുന്നുണ്ട്. പെനാൽറ്റീസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഓഡിറ്റർ ലാബിലിറ്റി മെയിനായിട്ട് സിവിൽ ലാബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലാബിലിറ്റി ഉണ്ട്. ക്രിമിനൽ എന്ന് ആവുന്നത് എപ്പോഴാണ്? വിൽഫുൾ മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്രോഡാണ്. സിവിൽ ലാബിലിറ്റി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ലോസിനെയാണ് സിവിൽ ലാബിലിറ്റീസ് എന്ന് പറയാം. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഉൾപ്പെടുത്താനുണ്ടായിരുന്നത്. MCQ ക്വസ്റ്റ്യനുകൾ തുടർന്ന് അപ്ലോഡ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.